ഗൈസ് അങ്ങനെ നമ്മുടെ ലൈറ്റ് ആൻഡ് മ്യൂസിക് വാട്ടർ ഡാൻസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഒരു രക്ഷയില്ല, ഭയങ്കര വൈബാട്ടോ. പാലസിൻ്റെ ലൈറ്റ് ഫുള്ള് ഇടുമെന്ന് വിചാരിച്ചിട്ട് വെയിറ്റ് ചെയ്തു, പക്ഷേ ഫുള്ളിടുന്നാണല്ല. മൈസൂർ കാട്ടിലേക്ക് കയറിയപ്പോൾ കണ്ട ഒരു സീനാണ് നിങ്ങൾ ഈ കാണുന്നത്. മാനുകൾ കൂട്ടത്തോടെ വന്നിട്ട് റോഡ് സൈഡിൽ വന്നിട്ട് പുല്ല് തിന്നുന്നു. ഗൈസ് അങ്ങനെ നമ്മൾ പാലസിൽ നിന്നൊക്കെ പോന്നു. ഇപ്പോൾ വൃന്ദാവൻ ഗാർഡനിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ റൂമിലാണ് നമ്മൾ കിടന്നത് ഇന്നലെ രാത്രി. അപ്പോൾ ഇവിടെ നിന്നും വെക്കേറ്റ് ചെയ്യുകയാണ്. ബ്ലൂ ഹിൽ ലോഡ്ജ് ബ്യൂട്ടി പാർലർ, ഈ ലോഡ്ജിലാണ് നമ്മൾ തങ്ങിയത്. ഹായ് ഗായ്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മൈസൂരിലേക്ക് പോകുന്ന ഒരു യാത്ര വീഡിയോയുമായിട്ടാണ്. അപ്പോൾ പോകുന്ന വഴി ഇപ്പോൾ ഏകദേശം ഒരു 10 മണി കഴിഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഏതായാലും ഇനി ഒന്ന് ഉറങ്ങി നീറ്റ് കാലത്ത് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഗൂഡല്ലൂർ എന്ന് പറയുന്ന സ്ഥലത്ത് റൂം എടുത്തിട്ട് അവിടെ സ്റ്റേ ചെയ്യാണ്. അപ്പോൾ അതിനിടയിൽ ഞങ്ങൾ ഉറങ്ങുന്നതിന് മുമ്പ് കുറച്ച് പാട്ടൊക്കെ പാടി എൻജോയ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരിച്ച് കിടക്കുകയാണ്. എന്തായാലും കാലത്ത് ഒരു 6 മണിക്ക് എണീറ്റ് ഇവിടുന്ന് ബോർഡർ കയറും, മറ്റേ ഫോറസ്റ്റ് കയറും. അപ്പോൾ അതുവഴിയുള്ള യാത്രയായിരിക്കും ഇനി. എന്തായാലും എല്ലാവരും വീഡിയോ കാണുക. അപ്പോൾ ഈ റൂമിലാണ് നമ്മൾ കിടന്നത് ഇന്നലെ രാത്രി. അപ്പോൾ ഇവിടെ നിന്നും വെക്കേറ്റ് ചെയ്യുകയാണ്. ലൈസൻസ് വാങ്ങിയോ? ബ്ലൂ ഹിൽ ലോഡ്ജ് ബ്യൂട്ടി പാർലർ, ഈ ലോഡ്ജിലാണ് നമ്മൾ തങ്ങിയത്. വണ്ടി അങ്ങ് പാർക്ക് ചെയ്തത്. തമിഴ്നാട്ടിൽ വന്നപ്പോഴേ, തമിഴ്നാടല്ല ഗൂഡല്ലൂരാണിത്. ഗൂഡല്ലൂർ തമിഴ്നാട്, ഏകദേശം തമിഴ്നാടും തമിഴും മലയാളമൊക്കെ ചേർന്നതാണല്ലോ. അപ്പോൾ രാവിലെ 6:10 ഇപ്പോൾ ടൈം. അപ്പോൾ കണ്ടില്ലേ, മഞ്ഞൊക്കെ മൂടിയിട്ട് നമ്മളെ കാറ് ഇവിടെ ഇട്ടിരുന്നു. കാറിൽ കയറാൻ പോവാം. നമ്മൾ മൈസൂർക്ക് വിടുകയാണ്. അങ്ങനെ ഞങ്ങൾ ഗൂഡല്ലൂരിൽ നിന്ന് യാത്ര തുടർന്നു. മൈസൂർ കാട്ടിലേക്ക് കയറി. അതിനുശേഷം കണ്ടൊരു കാഴ്ചയാണത്. മാനുകൾ കൂട്ടത്തോടെ വന്നിട്ട് റോഡ് സൈഡിൽ പുല്ല് തിന്നുന്നൊരു സീനാണത്. ശരിക്കും ഞങ്ങൾ ഞെട്ടിപ്പോയി. അത്രയും മാനുകളാണ്, എണ്ണിയാൽ തീരാത്ത മാനുകൾ. ഒരു രക്ഷയില്ലാത്തൊരു സീനായിരുന്നു കേട്ടോ. എന്തൊരു മനോഹരമായ കാഴ്ചയെന്ന് പറയും. അത് ഞങ്ങൾ ശരിക്കും എൻജോയ് ചെയ്ത് സ്ലോവിൽ കാറ് ഡ്രൈവ് ചെയ്തിട്ട് ഞങ്ങൾ പോയതായി കണ്ടിട്ട് ആസ്വദിച്ച് ശരിക്കും വിഷ്വൽ എടുക്കാനും കഴിഞ്ഞു. അത് കണ്ട് ആസ്വദിച്ച് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറേ തമാശകളൊക്കെ പറഞ്ഞ് അങ്ങനെ മുമ്പോട്ട് യാത്ര തുടർന്ന് പോവുകയാണ്. നല്ലൊരു സീനായിരുന്നു. ശരിക്കും ആ ഒരു വിഷ്വൽ എനിക്ക് എടുക്കാൻ കഴിഞ്ഞു. പിന്നെ അതിനുശേഷം കാറിലിരുന്നിട്ട് അമീർക്ക ക്യാമറക്ക് പോസ് ചെയ്യാത്തതുകൊണ്ട് അമീർഖാനെ ഞാനൊന്ന് തള്ളി. അതിൻ്റെ ഇടയിൽ ഷമീർ ഖാൻ്റെ ഒരു തള്ളും നിസാർ ഖാൻ്റെ മറ്റൊരു തള്ളും ഒക്കെ കേട്ട് ഞങ്ങളങ്ങനെ യാത്ര തുടരുകയാണ്. ഗായ്സ്, അപ്പോൾ നമ്മൾ മൈസൂർ ചാമുണ്ഡി ടെമ്പിളിൽ എത്തിയിരിക്കുകയാണ്. നടന്നുകൊണ്ടിരിക്കുകയാണ്. ചാമുണ്ഡി അമ്പലത്തിലേക്ക് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. നിസാർ പവിഴം പോകുന്നു. നല്ല തിരക്കാണ്. 2 ആളുകൾ വായി നോക്കി നടക്കുന്നുണ്ട്. ഒന്ന് അമീർക്ക, നിസാർക്ക. ഗേസ് ഒന്നും പറയണ്ട, ഞങ്ങളെ കാറിന്റെ ചാവി പോയി എല്ലാവരും തരികയാണ്. അപ്പൊ അത് തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അവിടെ ഒന്ന് പോയി നോക്കാം. ആ ഭാഗത്ത് അവിടെ എവിടെ ഉണ്ടോ നോക്കാം. ഇടങ്ങറായി. ഞങ്ങളിപ്പോൾ അവിടെ നിന്നിട്ട് ഇറങ്ങിയിട്ടുള്ളൂ. അതിൻ്റെ അടിയിലൊക്കെ നോക്കി. ഇവിടൊക്കെ നമ്മൾ നേരത്തെ തിരിഞ്ഞളിച്ചല്ലേ. ഈ തിരക്കിന്റെ ഇടയിലാണ് എന്റെ ഫലമായ സംശയം പോയത്. ഒന്നും പറയണ്ട ഗായ്സ്, ആകെ ഇടങ്ങറായി. ഇപ്പൊ ചാവി ഇട്ടാതെ നമുക്ക് ഇവിടുന്ന് ഇറങ്ങാൻ പറ്റില്ല. നമുക്കൊന്ന് അനൗൺസ്മെന്റ് ചെയ്യിച്ചാലോ? മൈക്കുള്ള ഭാഗം ഉണ്ട് അവിടെ നിന്ന് ഗായ്സ്. അപ്പോൾ നമ്മൾ ചാമുണ്ഡി ഹിൽസ് സന്തോഷ വാർത്ത ആദ്യം അറിയിച്ചു. ചാവി കിട്ടി, കാറിന്റെ ചാവി കിട്ടി. നിരവധി തിരച്ചുകൾക്കിടയിൽ ചാമുണ്ഡി ഹിൽസിന്റെ കുറച്ച് ഒരു പോയിന്റ് ഉണ്ട്. നല്ല വ്യൂ പോയിന്റ് ആണ്. അപ്പോൾ ആ വ്യൂ പോയിന്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ആ കാണാനാണ് ദുബായ്. അല്ല, എന്താ പേര്?
മൈസൂർ പാലസ്. പാലസ് എവിടെ? എന്താണ് ക്രിക്കറ്റ് സ്റ്റേഡിയം അല്ലേ പാലസ്? ഇതല്ലേ പാലസ്? അതല്ല പാലസ് അത് ആ നിക്കണത് അത് ഇത് 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 ഇതില്ലേ? ഇതാണ് മൈസൂർ പാലസ്. ആ ടിപ്പുവിൻ്റെ കോട്ട. അതെ ഗായ്സ്, അങ്ങനെ ഞങ്ങൾ ഉച്ചക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി അന്നപൂർണ വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറിയിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഫുഡ് ഇതാണ്, പച്ചരിച്ചോറും പിന്നെ കുറച്ച് ഐറ്റംസുകളും. അപ്പോൾ എന്തായാലും ഇത് കഴിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഞങ്ങൾ. ഒരുപാട് ഐറ്റംസ് ഉണ്ടല്ലേ സാർക്ക? എന്തായാലും ഞങ്ങൾ കഴിച്ചിട്ട് അടുത്ത ലൊക്കേഷനിൽ പോയിട്ട് അവിടെ നിന്നുള്ള വീഡിയോസ് ഇടാം. ഓക്കെ ബൈ. പിന്നെ അപ്പോൾ ഗായ്സ്, ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് നേരെ വന്നത് നമ്മുടെ ടിപ്പു സുൽത്താൻ്റെ സമ്മർ പാലസ് എന്നറിയപ്പെടുന്ന പാലസിലേക്കാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഫ്രണ്ടേജാണിത്. ബാക്കി ഭാഗം നമ്മളൊരു സൈഡിൽ നിന്ന് കാണിച്ചു തരാം. എന്തായാലും ഉള്ളിലേക്ക് കയറുന്നില്ല, ടിക്കറ്റ് എടുത്തിട്ട് ഉള്ളിലേക്ക് കയറി കാണാൻ മാത്രമുള്ളൊരു സംഭവം ഇല്ല. കുറച്ച് പാർക്കും കാര്യങ്ങളൊക്കെ പോകും. ഞാൻ കുറച്ച് അപ്പുറത്ത് ഞാൻ കാണിച്ചു തരില്ല. അപ്പോൾ എന്തായാലും ഇതാണ് നമ്മളെ ആ ഒരു ലൊക്കേഷൻ. ഞങ്ങൾ കാണിച്ചു തരാം. ഞങ്ങൾ ഏതായാലും ഉള്ളിൽ കയറുന്നില്ല. ഞങ്ങൾ ഇനിയിപ്പോൾ ഒരുപാട് സ്ഥലങ്ങൾ കാണാനുണ്ട്. ഇപ്പോൾ മൈസൂരൊക്കെ ഒരുപാട് പ്രാവശ്യം വന്നതാണെങ്കിലും ഒന്നും കൂടെ ഇടയ്ക്കൊന്ന് സന്ദർശനം നടത്തുന്നത് നല്ലതാണല്ലോ. യാത്രകളൊക്കെ അല്ലേ, എൻജോയ്മെന്റ്. അതെ, യാത്രകൾ എന്തായാലും എപ്പോഴും നല്ലതാണ്. ഇപ്പോൾ വന്ന സ്ഥലങ്ങളിൽ തന്നെ വീണ്ടും വരിക എന്ന് പറയുമ്പോൾ അതൊരു യാത്ര, അതൊരു വൈബാണ്. ഇതാണ്. എന്തായാലും ഒരുപാട് ആളുകൾ ടിക്കറ്റൊക്കെ എടുത്ത് ഉള്ളിലേക്ക് കയറി പോകുന്നുണ്ട്. ഞങ്ങൾ ഇവിടെ ഉള്ളിൽ കയറുന്നില്ല, ഞങ്ങൾ പുറത്ത് തന്നെ ഒന്ന് തിരിഞ്ഞ് കളിക്കുകയാണ്. ഗായ്സ്, അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് പോന്നു. നേരെ മൈസൂർ ദസറ എക്സിബിഷൻ നടക്കുന്ന സ്ഥലത്തെത്തി. ദസറ കഴിഞ്ഞിക്കണ്. ഒരു 5-10 ദിവസം കൂടെ അതിൻ്റെ എക്സിബിഷൻ കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് തോന്നുന്നു, ലൈറ്റ് അറേഞ്ച്മെൻറ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ അങ്ങോട്ടാണ് ഒന്ന് പോയി നോക്കുന്നത്. മൈസൂർ പാലസാണ് ഈ കാണുന്നത്. അപ്പോൾ ഇവിടെ ദസറ നടക്കുന്ന സ്ഥലത്ത് പോയിട്ട് അവിടുത്തൊക്കെ ഒന്ന് വാച്ച് ചെയ്തതിന് ശേഷം പാലസിനുള്ളിൽ കയറും ഇൻഷാ അല്ലാഹ്. മൈസൂർ ദസറ നടക്കുന്ന പരിപാടി കാണാൻ ഞാൻ ആദ്യമായിട്ടാണ്. മൈസൂർ ഒരുപാട് പ്രാവശ്യം വന്നിട്ടുണ്ട്. ഈ സംഭവം ആദ്യമായിട്ടാണ് കാണുന്നത്. നേതാക്കന്മാരുടെയും ഫ്ലക്സ് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ദസറയുടെ ഉള്ളിലേക്ക് കയറി കേട്ടോ. ടിക്കറ്റ് എടുത്തിട്ട് ഒരാൾക്ക് 35 രൂപ ടിക്കറ്റ്. നമ്മളെ നിസാർക്ക് വ്ളോഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മുതലാളി അവനെ പിന്നെയും കാണാനില്ല. പിന്നെയും കാണാനില്ല. ആ ലാസ്റ്റിലാണ് യന്ത്രൂഞ്ഞാലൊക്കെ കേട്ടോ. കുറേ നടക്കാണ്ട് അങ്ങോട്ടൊക്കെ. ഭയങ്കര സെറ്റപ്പാണ് തോന്നുന്നത്. എന്തായാലും ഒന്ന് കറങ്ങിയിട്ട് വരാം. ഞങ്ങളെ മുന്തിരിയുടെ ഒരു സ്പെഷ്യൽ ജ്യൂസ് കുടിക്കാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ ഇന്ത്യയിൽ തന്നെ ഇവിടെ ഉള്ളൂ എന്നാണ് മനസ്സിലായത്. ഒട്ടനവധി നിരവധി സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ഇപ്പോൾ ഈ സ്വീകരണം ഞങ്ങൾ ഏറ്റുവാങ്ങുന്നത്. ഞങ്ങളുടെ സ്വീകരണങ്ങളെല്ലാം തന്നെ പിന്നെ ഗവൺമെൻറ് സ്വീകരണങ്ങളായിരുന്നു. കേറ്റ് നോട്ടെ. ഐസ് കമ്പറായി നിൽക്കണ സാധനം. അതുപോലെ ഐസ് അത്രയും കുളിർന്നു. ഓക്കെ, ഗുഡ്. മൈസൂർ പാലസിലെത്തിട്ടോ. അപ്പോൾ മൈസൂർ പാലസിലാണ് നമ്മൾ. ഇനി
ഉള്ളിലേക്ക് ഇങ്ങനെ കയറാനുള്ള യാത്രയിലാണ്. നല്ല തിരക്കാണ് കേട്ടോ, ഭയങ്കര തിരക്കാണ്. ഇതിപ്പോൾ വൈഡ് ആംഗിളിലാണ് എടുക്കുന്നത്. നല്ല അങ്ങനെ എടുക്കുമ്പോഴുള്ള ഒരു ഫീൽ ഉണ്ടാകും. പാലസിൻ്റെ ഉള്ളിലാണ് കേട്ടോ. ഭയങ്കര തിരക്ക് തന്നെ, ഭയങ്കര തിരക്ക്. ഞാനിപ്പോൾ അത് 9ാമത്തെ പ്രാവശ്യമായിട്ടാണ് വരുന്നത് മൈസൂർ പാലസ് കാണാം. എത്ര പ്രാവശ്യം വന്നാലും നമുക്കൊരു മടുപ്പ് വരാത്തൊരു സ്ഥലമാണ്. പാലസിൻ്റെ ലൈറ്റ് ഓൺ ചെയ്തിട്ടുണ്ട്, പക്ഷേ ഇനിയും ഒരുപാട് ഓൺ ആവാണ്ട്. അപ്പോൾ അത് ഓൺ ചെയ്യുന്നുള്ള പ്രതീക്ഷയിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്ത് കുറേ, പക്ഷേ ഓൺ ചെയ്യുന്നത് കാണാനില്ല. ഒരുപാട് ആളുകൾ കൂട്ടം കൂടെ നിൽക്കുന്നുണ്ട്. അവരൊക്കെ ഈ ലൈറ്റ് അറേഞ്ച്മെൻറ്റ്സ് കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. എന്താ അത്ര കുറേ ആളുകളായിരിക്കണം അറിയാം. പാലസിൽ നിന്ന് ഞങ്ങൾ യാത്ര തുടർന്നു. ഇനി പോകുന്നത് വൃന്ദാവൻ ഗാർഡനിലോട്ടാണ്. അവിടെ വാട്ടർ ലൈറ്റ് ആൻഡ് മ്യൂസിക് ഡാൻസ് ഉണ്ട്. അപ്പോൾ അത് കാണാനുള്ള ഒരു ത്രില്ലിലാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പോകുന്ന വഴിയുള്ള മൈസൂർ ദസറ പ്രമാണിച്ചുള്ള അറേഞ്ച്മെൻറ്റ്സാണ് ഈ കാണുന്നത്. വളരെ മനോഹരമായിട്ട് തന്നെ ഒരു 10 കിലോമീറ്റർ ഡിഫറൻസിൽ എല്ലായിടത്തും ചമയിച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മൾ പാലസിൽ നിന്നൊക്കെ പോകുന്നു. ഇപ്പോൾ വൃന്ദാവൻ ഗാർഡനിൽ എത്തിയിരിക്കുകയാണ്. 9 മണി വരെ ടൈമുള്ളൂ തോന്നുന്നു. ചാവി വീണ്ടും നഷ്ടപ്പെട്ടു. ചാവി വീണ്ടും കിട്ടി, വീണ്ടും പോയി. അതെ, ഞങ്ങൾ കുറച്ച് വഴുകി. ഞങ്ങൾക്ക് ഗാർഡനിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. അല്ല അതല്ല ഇങ്ങനെ പോവാ. ഇങ്ങനെ പോകാൻ പറ്റില്ലേ? പോകാൻ പറ്റുമോ? പറ്റൂലേ? ഇവിടെ ബ്ലോക്കാണോ? ആ ഞങ്ങൾ കുറച്ച് സ്പീഡിലാണ് നടക്കണത്. ടൈമില്ല, അപ്പോൾ കുറവാണ്. കുറച്ച് ടൈം നമുക്ക് വൃന്ദാവൻ ഗാർഡനിൽ സ്പെൻഡ് ചെയ്തിട്ട് ഇനി ഇവിടുന്ന് നേരെ കോയമ്പത്തൂർ പോകണം. കോയമ്പത്തൂർ നമ്മൾ അലിയാർ ഡാം കാണണം. 1-2 സ്ഥലങ്ങൾ പോകാണ്ട് കഴിഞ്ഞിട്ട് ടിക്കറ്റ് എടുക്കട്ടെ കേട്ടോ, എന്നിട്ട് വരാം. വൃന്ദാവൻ ഗാർഡനിൽ ഉള്ളിലേക്ക് കടന്നപ്പോൾ ഉള്ള തിരക്കാണ് ഈ കാണുന്നത് കേട്ടോ. ഒരു രക്ഷയില്ല.
ഓ സോറി. അമീർക്കാം ഭയങ്കര തിരക്കല്ലേ? ഇപ്പൊ നമ്മൾ നടക്കുന്നോണ്ട് ഇവിടെ തിരക്ക് കുറവാകും. പക്ഷേ ഇവിടെ അതേ സെയിം തന്നെയാണ്, നല്ല ജനാണ്. ലൈഫിൽ ഒന്ന് വന്ന് കാണേണ്ട സ്ഥലമാണ്, എൻജോയ് ചെയ്യാം. ഞാൻ വന്ന ടൈമിലൊന്നും ഇത്ര തിരക്കില്ല. ലൈഫ് ഒന്നുള്ളൂ, എൻജോയ് ചെയ്യാം. നമ്മൾ വൃന്ദാവനിലെ തൽക്കാലം ഇനി വീഡിയോ ബ്രിഡ്ജാണ്. വൃന്ദാവൻ ബ്രിഡ്ജാണ്. ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് തന്നെ ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന ആളുകൾ കുറവാണ്, നമ്മളൊക്കെ തന്നെ ഉള്ളൂ. തിരിച്ചു പോണ ആളുകളുടെ തിരക്കാണ് ഈ കാണുന്നത് അല്ലേ? എന്തോ അല്ലേ. മൈസൂർ ഡാം ഇങ്ങനെ മൈസൂർ ഡാം, മൈസൂർ ഡാം അല്ല, വൃന്ദാവൻ ഗാർഡൻ. ഗാർഡൻ അവിടെ, ഇത് ഡാമാണ്. മേലെ കൂടെ കയറാൻ പറ്റുമെന്ന് അറിയില്ല. തിരിക്കാൻ നല്ലത് തോന്നുന്നില്ല. നമുക്ക് അവിടെ പോയിട്ട് പോവാ. അവിടെയുള്ള ഗാർഡൻ, ഗാർഡൻ ഇവിടെ ഇവിടെ ഉണ്ട്. ഇല്ല, ഇവിടെ ഗാർഡൻ പറയാം. ഇവിടെ നമുക്ക് എന്തൊക്കെയുണ്ട്, പോവാ. അങ്ങനെ ഗായ്സ് നമ്മൾ വൃന്ദാവൻ ഗാർഡൻ്റെ ഉള്ളിലേക്ക് എത്തി. ഇവിടെ ഇനി 8:45 മുതൽ 9 മണി വരെ അല്ലേ? 8:30 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. അത് വാട്ടർ ഡാൻസ് ആണ് ഇനി ഇവിടെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പം അത് കാണാനായിട്ട് ഇരിക്കുന്ന ജനങ്ങളാണിത്. ഗാലറിയിൽ കണ്ടില്ലേ, എത്രയോ ആളുകൾ. ഞങ്ങൾ കണ്ടപ്പോൾ ഞെട്ടിപ്പോയി. ഞങ്ങൾ വിചാരിച്ച എല്ലാവരും പോയിണ്ടാവും. നേരെ മറിച്ച് കൊണ്ട് നോക്കി എത്രയോ ആളുകളാണ് ഇരിക്കുന്നത്. ഗായ്സ് അങ്ങനെ നമ്മുടെ ലൈറ്റ് ആൻഡ് മ്യൂസിക് വാട്ടർ ഡാൻസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ഞാൻ എന്തായാലും കുറച്ച് ഭാഗം മാത്രമേ ഞാൻ ഈ വീഡിയോയിൽ ആഡ് ചെയ്യുന്നുള്ളൂ. ഒരുപാട് ലെങ്ത്തുള്ള വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും ഭംഗിയുള്ള ഭാഗം മാത്രമേ ഞാൻ ആഡ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ ഇതിലുള്ള മ്യൂസിക് ഞാൻ മ്യൂട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. കോപ്പിറൈറ്റ് വരുന്നത് കാരണം മ്യൂട്ട് ചെയ്താണ്. എന്തായാലും ഗായ്സ് ഒരു രക്ഷയില്ല, ഭയങ്കര വൈബാട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് വാട്ടർ ഡാൻസ്. ഒരുപാട് തവണ വന്നിട്ടുണ്ടെങ്കിലും എന്തായാലും ഇത് കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഇത് നേരിട്ട് വന്ന് എൻജോയ് ചെയ്യുക. ജീവിതത്തിലെ കുറഞ്ഞ സമയങ്ങളെ നമുക്ക് എൻജോയ് ചെയ്യാൻ കിട്ടുന്നുള്ളൂ. ആ കിട്ടുന്ന സമയം നമ്മൾ മാക്സിമം യൂസ് ചെയ്യുക. അപ്പോൾ ഇത് കണ്ടു നിൽക്കാൻ ഭയങ്കര രസമാണ്. ഏകദേശം ഒരു 15 മിനിറ്റിൻ്റെ മേലെ ഈ ഒരു വാട്ടർ ഡാൻസ് ഉണ്ട് ഇവിടെ. അപ്പോൾ എന്തായാലും ഭയങ്കര രസമായിരുന്നു. ഐ ആം ഹാപ്പി. അങ്ങനെ ഞങ്ങൾ ലൈറ്റ് ഷോയും വാട്ടർ ഡാൻസൊക്കെ കണ്ട് നേരെ ഇനി തിരിക്കുകയാണ് ഇവിടുന്ന്. ഇനി കോയമ്പത്തൂർ പോയിട്ട് ഷമീർ ഖാൻ്റെ ഒരു കൂട്ടുകാരനെ കാണാണ്ട് അവിടുന്ന് അങ്ങനെ നേരെ ഞങ്ങൾ നാട്ടിലേക്ക് പോകും. എന്തായാലും ഈ ലൈറ്റ് ഷോയും വാട്ടർ ഡാൻസൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ കാണുക. അതിമനോഹരമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഭയങ്കര വൈബായിരുന്നു. എന്തായാലും വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻസിൽ അറിയിക്കുക. എല്ലാവരും ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു, ബൈ.